ഹേ പി എസ് സി ആസ്പിറൻസ്, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് എങ്ങനെ പി എസ് സി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ തുളസി വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അതെങ്ങനെ രജിസ്റ്റർ ചെയ്യണം, എക്സാം സ്ട്രക്ചർ എന്തൊക്കെയാണ് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്ന കമൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ സെറ്റാക്കിയിട്ടുള്ളത്. അതുകൂടാതെ ഞാൻ പി എസ് സിക്ക് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്തൊക്കെ മിസ്റ്റേക്സുകൾ ഉണ്ടാക്കി അത് പറയുന്നത് നിങ്ങളത് ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ടാണ്. പിന്നെ ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചധികം ടിപ്സുകളും അപ്കമിങ് എക്സാംസുകൾ ഏതൊക്കെയാണെന്നും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയും. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇനി ഏതൊക്കെ നോട്ടിഫിക്കേഷനുകളാണ് വരാൻ പോകുന്നത്. അതിപ്പോൾ 10th ലെവലായാലും ഡിഗ്രി ലെവലായാലും +2 ലെവലായാലും ഏതൊക്കെ വരാൻ പോകുന്നുണ്ട്. അതിലൊരു എക്സാം പിക്ക് ചെയ്യാം. എന്നിട്ട് ഇതാണ് എൻ്റെ ഡ്രീം ജോബ് അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഗോൾ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ സിലബസൊക്കെ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ട് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. 10th ലെവൽ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് വരാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് VFA, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയും. അത് ഓരോ ജില്ലകളിലുമായിട്ടാണ് എക്സാം നടക്കുക. നമ്മളിപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, LDC അതേപോലെ. പക്ഷേ അത്ര കണ്ട് നിയമനം ഉണ്ടാവില്ല. LDCക്കൊക്കെ ഒരു ജില്ലയിൽ നിന്ന് തന്നെ 200, 300 അതിലെ എബോ ഒക്കെ നിയമനം നടക്കുന്നുണ്ട്. ലാസ്റ്റ് LDC റാങ്ക് ലിസ്റ്റിൽ തിരുവനന്തപുരത്ത് മാത്രം 1000-ലധികം നിയമനം നടന്നിട്ടുണ്ട്. 10th ലെവൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന അടുത്തൊരു എക്സാമാണ് വെബ്കോ LD. വെബ്കോ LD VFA പോലെ ഡിസ്ട്രിക്റ്റ് വൈസ് അല്ല, ഇത് സ്റ്റേറ്റ് വൈസ് ആണ്. സ്റ്റേറ്റ് വൈസ് എന്ന് വെച്ചാൽ കേരളത്തിൽ മൊത്തമായിട്ട് ഒരൊറ്റ ലിസ്റ്റ് മാത്രമേ ഉണ്ടാകൂ. ഡിസ്ട്രിക്റ്റ് വൈസ് എന്ന് പറയുമ്പോൾ ഓരോ ജില്ലകളിലും ഓരോ സെപ്പറേറ്റ് ലിസ്റ്റ് ഉണ്ടാവും. അതായത് നമ്മുടെ 14 ജില്ലകൾക്ക് വേണ്ടിയിട്ടും 14 ലിസ്റ്റ് ഉണ്ടാവും. VFAക്കും LDCക്കും ഒക്കെ അതേപോലെ ആയിരിക്കും. പക്ഷേ സ്റ്റേറ്റ് വൈഡ് എക്സാമിന് ഒരൊറ്റ ലിസ്റ്റ് മാത്രമേ ഉണ്ടാകുള്ളൂ. വേറൊരു കാര്യം, ഈ VFAക്കും വെബ്കോ LDക്കും സെയിം സിലബസാണ്. സിലബസിൽ ഒരു മാറ്റമില്ല. പിന്നെ വരാൻ പോകുന്നൊരു എക്സാമാണ് കമ്പനി ബോർഡ് LGS. ആ ഒരു എക്സാമിന് സിലബസ് മാറ്റമുണ്ട്. കാരണം എന്താ വെച്ചാൽ അതൊരു LGS ലെവൽ എക്സാമാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 7th സ്റ്റാൻഡേർഡാണ്. പക്ഷേ ഈ എക്സാമിന് ഡിഗ്രി ഉള്ളവർക്കും PG ഉള്ളവർക്കും മുകളിലേക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സാധാരണ LGS എക്സാം ഡിഗ്രി ഉള്ളവർക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഈ LGS അങ്ങനെയല്ല, ഡിഗ്രി ഉള്ളവർക്കും അറ്റൻഡ് ചെയ്യാം. അടുത്തൊരു എക്സാമാണ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ. ഇതൊരു ഫോഴ്സ് എക്സാം ആണെങ്കിലും 10th ലെവൽ എക്സാമാണ്. ഇനി +2 ലെവൽ എക്സാം നോക്കാം. +2 ലെവൽ CPUം ഫയർഫോഴ്സ് എക്സാമും. ഇത് രണ്ടും വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. അടുത്തത് ഡിഗ്രി ലെവൽ എക്സാം. ഡിഗ്രി ലെവൽ എക്സാമിൽ 3 നോട്ടിഫിക്കേഷൻ ഇനി വരാനിരിക്കുന്നുണ്ട്. 1 കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, 2 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, 3 SIയുടെ എക്സാം. ഈ പറഞ്ഞ എക്സാമുകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ ഈ വർഷം ലാസ്റ്റും നെക്സ്റ്റ് ഇയർ ഫസ്റ്റും ആയിട്ടാണ് എല്ലാ നോട്ടിഫിക്കേഷനും വരേണ്ടത്. ഇനി ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് നമ്മൾ എങ്ങനെ അറിയും? അതിൽ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഇടയ്ക്കിടെ നമ്മുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഏതെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. രണ്ടാമത് ഈ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി അങ്ങനെയുള്ളതിലൊക്കെ ഈ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കും. മൂന്നാമത് എന്ന് പറയുന്നത് നമുക്ക് ഒന്നിക്കിൽ യൂട്യൂബ് നോക്കാം. ഈ PSC റിലേറ്റഡ് ആയിട്ടുള്ള ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അവരിങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോസായിട്ടും അല്ലെങ്കിൽ പോസ്റ്റായിട്ടൊക്കെ പോസ്റ്റ് ചെയ്യും. പിന്നെയുള്ളത് ടെലിഗ്രാം ചാനൽസാണ്. PSC റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടെലിഗ്രാം ചാനൽസിലും ഇങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റുകളും അവർ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതൊരു മണ്ടത്തരമാണ്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യാൻ പാടില്ല. ഇപ്പോഴേ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു ടൈം ആകുമ്പോഴേക്കും സിലബസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് റിവൈസൊക്കെ ചെയ്ത് നല്ല സെറ്റായിട്ട് എക്സാമിന് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ നോട്ടിഫിക്കേഷൻ വന്ന ആ ഒരു ടൈമിൽ പിന്നെ എക്സാം നടക്കാൻ ഒരു 4-5 മാസം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ആ ഒരു ടൈം കൊണ്ട് നമുക്കിതൊക്കെ എല്ലാം പഠിച്ച്, അതായത് ബേസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് എല്ലാം പഠിച്ച് സെറ്റാക്കാന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കാം ചിലവർക്ക്. എല്ലാവർക്കും അത് പോസിബിൾ ആവണമെന്നില്ല. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള എക്സാമുകൾ, ഇനി വരാൻ പോകുന്ന എക്സാമുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഒരു എക്സാം പിക്ക് ചെയ്യാം. ഇപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഡിഗ്രി ലെവലായിരിക്കും നോക്കുന്നുണ്ടാവുക. 10th ലെവലാണെങ്കിൽ അങ്ങനെയായിരിക്കും നോക്കുന്നുണ്ടാവുക. ഫോഴ്സ് എക്സാമിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ +2 ലെവൽ എക്സാം ആയിരിക്കും നോക്കുന്നുണ്ടാവുക. നമുക്ക് ഏത് എക്സാമാണോ പ്രിയം ആ ഒരു പോസ്റ്റ് സെലക്ട് ചെയ്യാം. അതിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യാം. ഇനി സിലബസ് എങ്ങനെ കിട്ടും? PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും, യൂട്യൂബിൽ നിന്ന് കിട്ടും, ടെലിഗ്രാം ചാനൽസിൽ നിന്ന് കിട്ടും. ജസ്റ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ LDCയുടെ സിലബസ് ആണെങ്കിൽ LDCയുടെ സിലബസിൽ നിന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് സിലബസ് കിട്ടും. ആ ഒരു എക്സാമിന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു എന്ന് കരുതി ബാക്കിയുള്ള എക്സാംസ് നോട്ടിഫിക്കേഷൻ ഒന്നും അപ്ലൈ ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. PSC വിളിക്കുന്ന നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ പോസ്റ്റിനും നമ്മൾ അപ്ലൈ ചെയ്യണം. എല്ലാ എക്സാമും എഴുതണം.
ഓക്കെ, ഇനി നമുക്ക് പ്രിപ്പറേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സിലബസൊക്കെ സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കണം. എങ്ങനെ പഠിക്കാം? 3 വഴികളാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകുക, അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് എടുക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കാം. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ഒന്നുകിൽ ഒരു ഓഫ്ലൈൻ കോച്ചിങ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോച്ചിങ്, അത് ഒരുപാട് കാലമൊന്നും വേണ്ട, ഒരു 3-4 മാസം ജസ്റ്റ് നമ്മൾ ആ ഒരു ട്രാക്കിലാകാൻ വേണ്ടിയിട്ട് ഈ കോച്ചിങ് എടുക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോച്ചിങ് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് യൂട്യൂബ് വെച്ചിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. യൂട്യൂബ് തന്നെ ഫ്രീ ക്ലാസ് കിട്ടുന്ന ചാനൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എൻട്രി, സൈലം, ഫാൽക്കൺ PSC ടിപ്സ് ആൻഡ് ട്രിക്സ്, ഫ്രണ്ട്ലി PSC, ഹർഷിതം എജ്യൂടെക്, ആസ്ത അക്കാദമി. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഇതല്ല, ഒരുപാട് ചാനൽസ് ഇനിയുണ്ട്. നമ്മളൊരു ചാനലിലും ഫോക്കസ് ചെയ്തതിനേക്കാളും നല്ലത് നമുക്ക് വേണ്ട ടോപ്പിക്സ്, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട ടോപ്പിക്ക് ഏതാണെന്ന് വെച്ചാൽ അത് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്യും. അപ്പോൾ ഒരുപാട് വ്യൂസ് ഉള്ള നല്ലൊരു വീഡിയോ പ്ലേ ചെയ്യും. അത് നമുക്ക് മനസ്സിലാവുന്നതാണെങ്കിൽ അതിനെ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോസ് നോക്കും. ഈ PSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക് എങ്ങനെ നമ്മുടെ ബേസ് സെറ്റാക്കാം എന്ന് വെച്ചാൽ, നമുക്കൊരു പ്രിലിംസ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസ് സ്ട്രോങ് ആണെന്നാണ് അർത്ഥം. നമുക്കൊരു ബേസ് ഉണ്ട്, അല്ലാതെ പ്രിലിംസ് എക്സാം നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊരാളും ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാവരും പറയുന്നതാണ്, എന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏരിയാസ് നോക്കുക സിലബസിൽ. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫെയർസ്, ഈ ഒരു 5 കാര്യം, 4 കാര്യം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക്, അതിപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കായാലും പഴയ ടെക്സ്റ്റ് ബുക്കായാലും, ഇതൊക്കെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 2 മാസം കൊണ്ടോ പഠിച്ചു തീർക്കാൻ പറ്റില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പം അയ്യോ ഇത് ഒരുപാടുണ്ടല്ലോ എന്ന് തോന്നും. ഞാൻ പറയുന്നത് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് അങ്ങനെ തോന്നും. പക്ഷേ പതിയെ പഠിച്ചെടുത്താൽ മതി. ഇനി നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ളത്. അതിൽ ഇപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് PDF സമഗ്രേന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനൽസിനോ ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കാം. ഈ യൂട്യൂബിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഓരോ ചാപ്റ്റേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ക്ലാസ് കേട്ട് പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ക്ലാസ് കേട്ട് നോട്ട് എഴുതിയിട്ട് പഠിക്കാം. ഇതിപ്പോൾ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ കോച്ചിങ് ഒന്നും എടുക്കുന്നില്ല, പക്ഷേ പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് ഒരു റാങ്ക് ഫയലൊക്കെ മേടിച്ച് അത് പഠിച്ച്, ഇപ്പോൾ ഒരു റാങ്ക് ഫയൽ ഒരു മിനിമം എല്ലാ റാങ്ക് ഫയലിലും 3 വോളിയം അല്ലെങ്കിൽ 4 വോളിയുള്ള റാങ്ക് ഫയലാണ്, ഡിഗ്രി ലെവലിന് പ്രത്യേകിച്ചും. അത് പഠിച്ച് തീർക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ആദ്യം നമ്മൾ ബേസ് സെറ്റാക്കണം. എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള നമ്മുടെ സിലബസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ ചാപ്റ്റേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? അതിനും വീഡിയോസ് ഓൾറെഡി യൂട്യൂബിൽ ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണ് ഹിസ്റ്ററിയിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ജോഗ്രഫിയിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെ സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾ ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് തന്നെ മതി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൽ നമുക്ക് വേണ്ട ആവശ്യങ്ങൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. അതിന് നമ്മൾ മെനക്കിട്ടിരുന്നാൽ നമുക്ക് വേറെ കോച്ചിങ് ഒന്നും ഇല്ലാണ്ട് തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും, ഒരു ബേസ് സെറ്റാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു കാര്യം, ഈ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് PDF നോക്കി വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരുപാട് പബ്ലിക്കേഷൻസ് ഗൈഡുകൾ പുറത്തിറക്കുന്നുണ്ട് ഈ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട്. അങ്ങനെയുള്ളത് വാങ്ങിച്ചിട്ടും പഠിക്കാവുന്നതാണ്. പിന്നെ ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെയ്തൊരു മിസ്റ്റേക്കാണ് ആദ്യം തന്നെ റാങ്ക് ഫെയിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. റാങ്ക് ഫെയിൽ പഠിച്ച് തീർക്കുക എന്ന് പറയുന്നത്, റാങ്ക് ഫെയിൽ പഠിക്കണം. ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ചില ടോപ്പിക്കുകൾ ഉണ്ടാവുമല്ലോ, അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ടോപ്പിക്കുകൾ. അതേതൊക്കെയാണ്? കേരള ഗവേണൻസ്, പിന്നെ സ്പോർട്സ്, ആർട്സ്, ലിറ്ററേച്ചർ, അങ്ങനെയുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ടോപ്പിക്കുകൾ. അതെന്തായാലും നമ്മൾ സുപ്രധാന നിയമങ്ങൾ, അതൊക്കെ എന്തായാലും നമ്മൾ റാങ്ക് ഫെയിലോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസോ യൂസ് ചെയ്തിട്ട് പഠിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ട് റാങ്ക് ഫെയിലിനെ ആശ്രയിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ മാക്സിമം ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ +1 +2, ഇപ്പോൾ ജോഗ്രഫിയും ഹിസ്റ്ററിയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് +1 +2ൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി. ഈ +1 +2യുടെ ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഗൈഡും ഇപ്പോൾ അവൈലബിൾ ആണ്. അതും നമുക്ക് കിട്ടും. PSCക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഏതൊക്കെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതൊന്നും ഇവിടെ കാണിക്കാത്തതും പറയാത്തതും എൻ്റെ വീഡിയോസ് ഓൾറെഡി മുന്നേ കാണുന്നവരുണ്ടാകും. അപ്പോൾ ഞാൻ വീണ്ടും അതിനെപ്പറ്റി പറയുമ്പോൾ അവർക്കൊരു ഇവളെന്ത് ഈ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നും. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറയാത്തത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനെ പറ്റി പറഞ്ഞു. ഇനി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എങ്ങനെ പഠിക്കുക എന്നുള്ളത്. മാത്സ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് മാത്സ് ഒന്നും അറിയില്ല, സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജെറിൻ സാറുടെ വീഡിയോസ്, ടിക്ടാൺ എന്ന് പറഞ്ഞിട്ടൊരു PSC ചാനലുണ്ട്. ആ ചാനൽ എടുക്കുക, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ടോപ്പിക് വൈസായിട്ട്
ഓരോ ടോപ്പിക്കിൻ്റെയും ഡീറ്റെയിൽഡ് ക്ലാസ് 3-4 ക്ലാസ് സർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് മാത്സ് പഠിച്ചത്. എനിക്ക് മാത്സിന് ഒന്നും അറിയില്ല, മാത്സ് ഒട്ടും ഇഷ്ടമല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ സാറിൻ്റെ ക്ലാസ് കണ്ടതിന് ശേഷമാണ് കുറച്ചെങ്കിലും മാത്സിന് ഇഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങിയത്, കുറച്ചെങ്കിലും എക്സാം എഴുതുമ്പോൾ മാത്സിൽ മാർക്ക് കിട്ടുന്നതും. ആദ്യം ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് 10ൽ എനിക്ക് 2-3 മാർക്കായിരുന്നു. ഈ ക്ലാസ്സുകളൊക്കെ കണ്ട് ഏകദേശം ഒന്ന് പഠിച്ച് സെറ്റായതിന് ശേഷം ഇപ്പം എനിക്ക് 10ൽ ഒരു 6-7-8 മാർക്ക്, ചില സമയത്ത് 10 കിട്ടും, കുറച്ച് ടഫാണെങ്കിൽ മാർക്ക് കുറയും. അങ്ങനെയെങ്കിലും കിട്ടുന്നത് ഈ സാറിൻ്റെ ക്ലാസ് കണ്ടതുകൊണ്ട് മാത്രമാണ്. ഞാൻ നിങ്ങൾക്ക് 100% വേറെ സബ്ജക്റ്റിനാണെങ്കിൽ എനിക്കിങ്ങനെ ഒരു ചാനൽ പറയാനില്ല, പക്ഷേ മാത്സിന് നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്താൽ മതിയെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും. അപ്പോൾ ആ ഒരു ചാനൽ ഫോളോ ചെയ്തിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് നോട്ട് എഴുതിയിട്ട് ഓരോ പ്രോബ്ലം ചെയ്ത് പഠിക്കാം. അപ്പോൾ നിങ്ങളുടെ മാത്സ് സെറ്റ് ആയിക്കോളും, അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഇംഗ്ലീഷിന് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു സിമ്പിൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഞാൻ ഓൾറെഡി കോച്ചിങ്ങിന് പോയിട്ടുണ്ട്, ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോയിട്ടുണ്ട്. ആ ഒരു സമയത്ത് എനിക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു നല്ലൊരു നോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു ആ സാറിൻ്റെ ക്ലാസ്. അപ്പോൾ ഒരുവിധം എല്ലാ ടോപ്പിക്കും ഇല്ലെങ്കിലും ഒരുവിധം എല്ലാ ടോപ്പിക്കിൻ്റെയും നോട്ട്സ് ഇംഗ്ലീഷിന് എൻ്റെ അടുത്തുണ്ട്. ആ നോട്ട്സും ഈ സിമ്പിൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലക്ഷ്യയുടെ ഒരു ഗൈഡും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത്. പിന്നെ മാക്സിമം PYQ ചെയ്യാനും നോക്കാറുണ്ട്. മലയാളത്തിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനൊരു ഗൈഡ് വാങ്ങിച്ചിട്ടുണ്ട്, മധുരം മലയാളം എന്ന് പറയും. ആ ഒരു ബുക്ക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. പിന്നെ ടെലിഗ്രാമിലൊരു ചാനലുണ്ട്, ഫസ്റ്റ് ബെൽ മലയാളം എന്ന് പറഞ്ഞിട്ട്, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിൽ മലയാളത്തിൻ്റെ ക്ലാസ്സും നല്ലൊരു ചാനലാണ്. മലയാളത്തിന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചാനൽ ഡിപ്പെൻഡ് ചെയ്താൽ മതി. അടുത്തത് കറണ്ട് അഫെയർസ് എങ്ങനെ പഠിക്കാമെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഷോർട്ടായിട്ട് ഞാൻ പറയാം. കറണ്ട് അഫെയർസ് പഠിക്കാൻ ടെലിഗ്രാമിൽ പത്രവാർത്ത എന്ന് പറയുന്നൊരു ചാനലുണ്ട്. അത് മാത്രമല്ല വൊക്കാസ്പീഡിയ എന്ന് പറഞ്ഞ ചാനൽ, പിന്നെ ഏതാണ് ആനുകാലികം. അങ്ങനെ ഈ കറണ്ട് അഫെയർസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചാനൽസിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നോട്ട്സ് എഴുതി പഠിക്കാം, അല്ലെങ്കിൽ അവർ PDF ഇടും. ആ PDF നോക്കിയിട്ട് ഡെയിലി പഠിക്കാം. അപ്പോൾ മന്ത്ലി പഠിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അവർ മന്ത്ലി PDF ഇടും, അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് PYQ. അതായത് PSC തന്നെ നടത്തുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ എക്സാംസിൻ്റെ. അപ്പോൾ അത് നമ്മൾ കളക്ട് ചെയ്യാന്ന് വെച്ചാൽ എവിടെ നിന്ന് കിട്ടും? അതും യൂട്യൂബിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലുണ്ട് പ്രയാണം ഇന്നലകളിലൂടെ, വൊക്കാസ്പീഡിയ. അതുപോലെ PSC റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചാനലുകളിലും, ഒരുവിധം എല്ലാ ചാനലുകളിലും ഈ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമുകളുടെ PYQ മെറ്റീരിയൽസ്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ അവർ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മളത് എക്സാം പോലെ ചെയ്ത് നോക്കാം. ഒരു OMR ഒക്കെ എടുത്തിട്ട് എക്സാം പോലെ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിന് ശേഷം കറക്റ്റ് ആൻസർ നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസ് പഠിക്കാം. പറ്റുമെങ്കിൽ റിലേറ്റഡും കൂടെ പഠിക്കാം. പിന്നെ നമ്മൾ ടോപ്പിക്സ് പഠിക്കുന്ന സമയത്ത് ഈ PYQയിൽ വന്ന ടോപ്പിക്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. പഠിക്കേണ്ട സബ്ജക്റ്റിനെ പറ്റി ഞാൻ ഏകദേശം ഒരു ഔട്ട്ലൈൻ തന്നു എന്ന് തോന്നുന്നു. ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ വീട്ടിൽ സെറ്റ് ആക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് റൂം ഉണ്ടെങ്കിൽ ആ റൂമിൽ ഏതെങ്കിലും ഒരു കോണിൽ ടേബിൾ കൊണ്ടിടുക, എന്നിട്ട് ബുക്സൊക്കെ അടുക്കി പെറുക്കി വെച്ച് ഒരു ചെയറൊക്കെ കൊണ്ടിട്ട് ആ ഒരു സെറ്റാക്കുക. ഇപ്പം നമുക്ക് റൂമില്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട്, അതായത് നമുക്ക് ആ ഒരു സ്ഥലം കാണുമ്പോൾ നമ്മുടെ മൈൻഡിന് ഓർമ്മ വരണം, ഇതെനിക്ക് പഠിക്കാനുള്ള സ്ഥലമാണ്, പഠിക്കാനുള്ള ടൈമാണെന്നുള്ള ആ ഒരു സിഗ്നൽ പോകണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് പഠിക്കാൻ ഒരു പ്രത്യേക സ്ഥലം ഉണ്ടായിരിക്കണം. പക്ഷേ ഇപ്പോൾ ബേബിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് കറക്റ്റായിട്ട് ഇന്ന സമയത്ത് ഇരുന്ന് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചിലവർ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഓഡിയോ ക്ലാസ്സും വീഡിയോ ക്ലാസ്സും ഒക്കെ കേട്ട് പഠിക്കുന്നവരായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കിച്ചണിലാണ് പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് നോട്ട്സോ ഒക്കെ എഴുതി ഒട്ടിക്കാൻ വേണ്ടി നോക്കുക. അതായത് മൊത്തത്തിലൊരു ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ പഠിക്കുകയാണെന്ന് നമ്മുടെ മൈൻഡിന് ഇടയ്ക്കിടയ്ക്ക് തോന്നണം. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു വെക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ എക്സാമിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ചിലവർക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് 6 മാസം കൊണ്ട് ക്ലിയർ ചെയ്തിട്ട് വീഡിയോസ് ഇടുന്നവരുണ്ട്. പിന്നെ 1 ഇയർ എടുക്കുന്നവരുണ്ട്, 2 ഇയർ എടുക്കുന്നവരുണ്ട്, 4 ഇയർ എടുക്കുന്നവരുണ്ട്, 5 വർഷം എടുക്കുന്നവരുണ്ട്, അതിൽ കൂടുതലും എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അത് നമ്മുടെ വീട്ടുകാരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. കാരണം ഞാനിങ്ങനൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്, ഇത്ര ടൈം എടുക്കും, ഈ ഒരു ടൈമിനുള്ളിൽ ഞാനത് ക്ലിയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. കാരണം ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടുകാരും നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി, ബാക്കി ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ അച്ഛനും അമ്മേനെയും ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിലും അവരെയും പറഞ്ഞ് ഇത് മനസ്സിലാക്കണം, കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണെന്നുള്ളത്. പിന്നെ ചിലർ ചോദിക്കാറുണ്ട് PSCക്ക് വേണ്ടിയിട്ട് എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളത്. അത് നമ്മുടെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് എത്ര ടൈം കിട്ടുമോ അത്രയും ടൈം പഠിക്കാം, മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാം.
പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു 50% സംശയങ്ങളുടെ റിപ്ലൈ ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കമൻസോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയുന്നവർ, അതായത് നമ്മുടെ വീഡിയോസ് കാണുന്നവർ നിങ്ങൾക്ക് റിപ്ലൈ തരും. ആ ഒരു കമൻസിൻ്റെ റിപ്ലൈ ആയിട്ട് ടൈപ്പ് ചെയ്ത് ഒതുക്കാൻ പറ്റാത്തൊരു സംശയമാണെങ്കിൽ അതിനുള്ള റിപ്ലൈ ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ PSC റിലേറ്റഡ് ആയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ലിങ്ക്, ഈ ഒരു ടാബിൻ്റെ ലിങ്ക്, ടേബിളിൻ്റെ ലിങ്ക്, അതുപോലെ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്ത മറ്റ് വീഡിയോസിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ നോക്കാം. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഹാപ്പി ലേണിംഗ്. The stars align, we lose ourselves in the rhythm divine. Underneath the sky painted with dreams, we're chasing the echoes of silent screams. Caught in the spell